വേഗമേറിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയല്ലോ. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ എത്ര വിലപ്പെട്ടതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അന്ത്യകാലം എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അന്ത്യകാലത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ നമ്മളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വരാം. നമ്മൾ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിരിക്കണം. കാരണം കർത്താവ് പറഞ്ഞു, നാളും നാഴികയും അറിയാകയാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അപ്പം നമുക്ക് ഒരുങ്ങിയിരിക്കുന്ന, ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്ന കാര്യമാണ്, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് എന്ന് എബ്രായർ 9:28 ഒരുങ്ങിയിരുന്നവർ കർത്താവോട് പോയി എന്ന് മത്തായി 25:10 അപ്പോൾ ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം, ഉണർന്നിരിക്കണം. ഇവയെല്ലാം നമ്മളോടുള്ള ബന്ധത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വിഷയം കർത്താവിന്റെ വരവിനോടുള്ള അടുത്ത ബന്ധത്തിൽ ഒരിക്കൽ കർത്താവ് വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇനിയും കർത്താവ് വരുന്നത് പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ്. പ്രതികാരം എന്ന് പറഞ്ഞാൽ ദൈവജനം എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മഹോദ്രവമായിരിക്കും. മഹോദ്രവത്തിന്റെ പകുതി സമയം വരെയും ഇസ്രയേലും ക്രിസ്തു വിരോധിയുമായിട്ട് വളരെ നല്ല സ്നേഹബന്ധമായിരിക്കും. എന്നാൽ മധ്യത്തിൽ അവൻ സമാധാന യാഗങ്ങളെയെല്ലാം നിർത്തൽ ചെയ്യും. അവന്റെ മൂർത്തി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ആ മൂർത്തിയെ ആരാധിക്കണം എന്ന് യഹൂദന്മാർ ആവശ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ യഹൂദന്മാരൊരിക്കലും വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവര് വളരെ ക്രൂരമായിട്ട് ക്രിസ്തു വിരോധി ആക്രമിക്കും. അവര് ദേശം വിട്ട് ഓടേണ്ടതായിട്ട് വരും. വലിയ വലിയ സംഭവങ്ങൾ നടക്കും. അന്ന് ശേഷിക്കുന്ന യഹൂദന്മാർ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉയരങ്ങളിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കും, മസിഹായ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോഴാണ് കർത്താവ് മധ്യാകാശത്തിൽ തന്റെ വിശുദ്ധന്മാരുമായിട്ട് വെളിപ്പെടുന്നത്. മേഘപ്രത്യക്ഷത എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കർത്താവ് യഹൂദന്മാർക്കെതിരെ വന്ന ഈ സൈന്യത്തോട് പ്രതികാരം ചെയ്യും. അതാണ് ഹർമോദൻ യുദ്ധം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച്, അത് ഹിന്ദിയിലാണ്, നിങ്ങൾക്ക് അത് മലയാളത്തിൽ കിട്ടിയിട്ടില്ലായിരിക്കാം. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഈ സംഭവങ്ങളെല്ലാം തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ കൃത്യമായി സംഭവിക്കത്തക്ക നിലയിൽ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നഹൂം പ്രവചനം അതിന്റെ 1-ാം അധ്യായം 2-3 വാക്യത്തിൽ പറയുന്നത് യഹോവ പ്രതികാരം ചെയ്യുന്നവനാണെന്ന്. യഹോവ പ്രതികാരം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കർത്താവ് വന്നത് നമ്മളെ രക്ഷിക്കുവാൻ, പ്രസാദവർഷം അറിയിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ ഇനി താൻ വരുന്നത് താൻ പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. തന്നെ അനുസരിക്കാത്ത ജനത്തോട്, അല്ലെങ്കിൽ തന്റെ ജനമായ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നവരോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയിട്ട്. നമ്മൾ ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി പാവമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു, ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്നും നശിപ്പിക്കും. എത്ര മുന്നറിയിപ്പാ! ആമോസ് 9:8 ആരംഭ ഭാഗമായി ഞാൻ വായിച്ചു. അപ്പോൾ ലോകത്തിൽ എവിടെയെല്ലാം പാവം പെരുകുന്നോ അവിടെയെല്ലാം ദൈവത്തിന്റെ ന്യായവിധി നടന്നിട്ടുണ്ട് എന്നുള്ളത് ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എത്ര കൃത്യമാണ്. ദൈവത്തിന്റെ ദൃഷ്ടി പാവമുള്ള ദേശത്തിന്മേലും കുടുംബത്തിന്മേലും വ്യക്തിയുടെ മേലുമുണ്ട്.
ദൈവം പാപത്തെ വെറുക്കുന്നു. അവിടുന്ന് അതുപോലെ നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വിട്ടകന്ന് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ആ ദേശത്തിന്മേലും കുടുംബത്തിന്മേലും ഒക്കെ ദൈവത്തിന്റെ ന്യായവിധി നടന്നിട്ടുള്ളത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. ഞാൻ ചില കുടുംബങ്ങളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ദേശത്തെക്കുറിച്ചൊക്കെ പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാം. നമുക്കറിയാം, പിന്നെ സോദോം ഗൊമോറയെ കുറിച്ച് യൂദ എഴുതുമ്പോൾ യൂദായുടെ ലേഖനം 7-ാം വാക്യം, യൂദായുടെ ലേഖനം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ യൂദ പറയുന്നതിനറിയോ? ലോർഡ് ജീസസ്, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുക. സോദോം ഗോമോറ ഒരു ദൃഷ്ടാന്തമായി ഈ തലമുറയ്ക്ക് കിടക്കാന്ന്. നോക്കണേ, എന്താ സംഭവിച്ചേ? നമുക്കറിയാം, ലോത്ത് താമസിച്ച ദേശമല്ലേ സോദോം ഗോമോറ. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഈ സോദോം ഗോമോറ എങ്ങനെയുള്ള ദേശമായിരുന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോൾ ലോത്ത് നോക്കി യോർദാനക്കരെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. പറയുന്നതിനർത്ഥം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു. വളരെ പച്ചപ്പുള്ള, വളരെ ഹരിതകമായിരിക്കുന്ന, ഫലപുഷ്ടിയുള്ള ഒരു ദേശമായിരുന്നു. എന്നാൽ ആ ദേശ നിവാസികൾ വളരെ നിഷ്ഠുരരായിരുന്നു. വളരെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും അയോഗ്യമായ പാപത്തിന്റെ അടിമകളായി ജീവിച്ചവരാണ്. ആണുങ്ങളെ വിവാഹം കഴിക്കുകയും അവരോടുകൂടെ ശയിക്കുകയും അത്ര മോശമായിരിക്കുന്ന ലെവലിലേക്ക് താണുപോയി. ദൈവം വെറുക്കുന്ന ഹീനമായ പാപ സ്വഭാവങ്ങൾക്ക് അവർ അടിമയായിരുന്നു. അതുകൊണ്ട് ഈ സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ നമുക്കറിയാം, അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് എന്തിനുകൊണ്ടായിരിക്കാം? നമുക്കറിയാം, ഈ സോദോം ഗൊമോറയിലാണ് ആര് പാർത്തത്? ലോത്ത് കുടുംബവും. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് അതിനെ നശിപ്പിക്കുമെന്ന് കേട്ടപ്പോൾ വേദനയായി. നോക്കണേ, തന്നോട് വഴക്കടിച്ചു പോയ ഒരു സഹോദരനും കുടുംബമാണ്, എങ്കിലും തന്റെ ഹൃദയത്തിൽ അവരോട് എത്ര സ്നേഹം നോക്കി. അപ്പോൾ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിനോടുള്ള ആ സ്നേഹ നിമിത്തം, അബ്രഹാമിന്റെ അപേക്ഷ നിമിത്തം സോദോം ഗൊമോറയെ നശിപ്പിച്ചപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. നമ്മള് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വാക്യം വായിക്കുമ്പോൾ, 19-ന്റെ 24-ഉം 25-ഉം വാക്യം ഞാൻ വായിക്കാം. യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്നും ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശങ്ങൾക്കും മുഴുവനും ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. നോക്കണം, അതിനെ എല്ലാം നശിപ്പിച്ചു. നോക്കുക, എന്നിട്ട് അതിന്റെ 29-ാം വാക്യം, എന്നാൽ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. കണ്ടോ? നോക്കി, അബ്രഹാം ലോത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നില്ല എങ്കിൽ, ഈ പ്രാർത്ഥന നടത്തിയില്ല എങ്കിൽ ഒരിക്കലും ലോത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ലോത്തും കുടുംബത്തോടെ നശിച്ചു പോയിനെ. പ്രാർത്ഥനയുടെ ഗൗരവം ഇവിടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും ദൈവത്തിന് വിലപ്പെട്ട മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനായി തീർന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ ദേശത്തോട് ദൈവം ഇടപെട്ടതാണ് നമ്മൾ കാണുന്നത്. ഇനി വ്യക്തികളോട് ഇടപെട്ടത് നമ്മൾ കാണാം. നമ്മള് യോശുവയുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം
17-18 വാക്യം. ഈ പട്ടണത്തിലൊക്കെയും യഹോവയ്ക്ക് ശപഥാർഹിതമായിരിക്കുന്നു എങ്കിലും, അപ്പോൾ ആ പട്ടണത്തിലുള്ളതെല്ലാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന എരിഹോ ശഹറിനെ കുറിച്ചാണ്, അത് ശപഥാർപ്പിതമായി ഇവിടെ കൽപ്പിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചറിയോ? നിങ്ങൾ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രയേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യോശുവ കൽപ്പിച്ചിരുന്നു. എന്നാലും സംഭവിച്ചതിനാണ് ഒരാഹാൻ ഈ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കണ്ട് മോഹിച്ചെടുത്തു. നോക്കണമേ, നമ്മൾ എത്രമാത്രം ദൈവം വിലക്കിയതിനെ നമ്മൾ അത് ദൂരെ നിർത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവിടെ അതുകൊണ്ട് തന്നെ ആഹാനെ പിടിക്കുന്നു. ആഹാനെ പിടിച്ചു കഴിയുമ്പോൾ ആഹാൻ പറയുന്ന സാക്ഷ്യം എന്താണെന്നറിയോ? അതിന്റെ യോശുവ 7:21 അവൻ പറയാണ്, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും 200 ശെക്കേൽ വെള്ളിയും 50 ശെക്കേൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു. അവ എന്റെ കൂടാരത്തിന് നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നു. നോക്കണേ, അപ്പോ അരുതെന്ന് പറഞ്ഞത് ആഹാൻ ചെയ്തു. അതുകൊണ്ട് സംഭവിച്ചെന്തുവാ? ആ കുടുംബത്തിന്റെ നാശം. നോക്കണമേ പ്രിയമുള്ളവരെ, ദൈവം വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് എത്ര ഭയങ്കരമാണെന്ന് ദൈവമക്കൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അവിടെ അതിന്റെ 24 മുതൽ 26 വരെ വായിക്കുമ്പോൾ, അപ്പോൾ യോശുവയും ഇസ്രായേൽ മക്കളും കൂടെ സേരഹിന്റെ പുത്രനായ ആഹാനെ വെള്ളി, മേലങ്കി, പൊൻകെട്ടി, അവന്റെ പുത്രന്മാർ പുത്രിമാർ, അവന്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവുമായി ആഗോർ താഴ്വരയിൽ കൊണ്ടുപോയി, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കളെല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവന്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം കൂട്ടി. അത് ഇന്ന് വരെ ഇരിക്കുന്നു. നോക്കണം, അങ്ങനെയാണ് ദൈവത്തിന്റെ കോപം മാറിയത്. ചിന്തിക്കുക. അപ്പോൾ കുടുംബങ്ങളെ ദൈവം ഈ നിലയിൽ സന്ദർശിച്ചതായിട്ട് കാണാൻ കഴിയും. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഏലി പുരോഹിതന്റെ കുടുംബത്തെ കുറിച്ചാണ്. വാസ്തവത്തിൽ ഇതൊക്കെ ഒരുപാട് വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിനെ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമുക്കറിയാം, ഏലി പുരോഹിതൻ തന്റെ മക്കളെ ദൈവപാതയിൽ നടത്താഞ്ഞതുകൊണ്ട് ഒറ്റ ദിവസം 4 പേരുടെ ആ കുടുംബത്തിൽ അന്ത്യമാണ്. നമ്മള് 1 ശമൂവേൽ അതിന്റെ 4-ാം അധ്യായം 17, 18, 19, 20 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ ഏലിയുടെ 2 മക്കൾ ഒഫ്നിയും ഫിനെഹാസും അവരുടെ മരണവാർത്ത കേട്ട് ഏലി കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു, കഴുത്തൊടിഞ്ഞു മരിക്കുന്നു. പിന്നെ അവന്റെ മരുമകൾ ഈ പ്രസവിക്കാറായിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കേട്ട് പ്രസവിക്കുന്നു. ആ പ്രസവത്തോടു കൂടി അവളും മരിക്കുന്നു. 4 പേരുടെ മരണം ഞാനെല്ലാം വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഭാഗം ഞാൻ പറഞ്ഞു തന്നു. 1 ശമൂവേൽ 4-ാം അധ്യായം അതിന്റെ 17, 18, അതിന്റെ 19, 20 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നീട് വ്യക്തികളായിട്ടുള്ള, അതും കുടുംബം ഒരു വിധത്തിൽ പറഞ്ഞാൽ നാശം, അത് പുതിയ നിയമത്തിൽ അനന്യായ സഭ്യതയും. വാസ്തവത്തില് അവര് എന്ത് ചെയ്തു? ഒരു നുണ പറഞ്ഞേ ഉള്ളൂ. ഒരു നുണ. പലർക്കും ഇന്ന് നുണ പറയുന്നതൊക്കെ ഒരു കളിയാണ്. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ നുണ പറഞ്ഞതിന് കളിയായി കാണരുതേ. സഭയുടെ ആരംഭ സമയത്ത് ദൈവം അതിനെ വലിയ ഗുരുതരമായ ഒരു തെറ്റായി തന്നെ കാണുകയും ശിക്ഷ വിധിക്കുകയും ചെയ്ത് നമുക്കറിയാം. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു നുണ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി പ്രത്യേകിച്ചും 5:8 പത്രോസ് സഭയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം നിങ്ങൾക്കായിട്ടൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറയുക എന്ന് പറഞ്ഞു. അതെ, അത്രയ്ക്ക് തന്നെ. കണ്ടോ, ഒരു നുണ പറഞ്ഞു. നോക്കുക, ഉടനെ അവൾ അവിടെ വീഴുക. നോക്കുക, ഇത് തന്നെയാണ് അവളുടെ ഭർത്താവും പറഞ്ഞത്. കള്ളം പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ കള്ളത്തെ നിസ്സാരമായി കാണരുതേ.
അതുകൊണ്ട് അത് ഒരു വലിയ ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു. അതുകൊണ്ട് തിരുവചനം പറയുന്നത് ദൈവം പാപം കാണുമ്പോൾ അവിടെ ന്യായവിധി നടത്തും. ഈ ലോകത്തെ നോഹയുടെ കാലത്തെ ജലപ്രളയം നമുക്കറിയാം. ദൈവം ഈ ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുമ്പോൾ അല്പജനം, നമ്മൾ അതിനെക്കുറിച്ച് 1 പത്രോസ് 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് വളരെ അല്പജനം, 8 പേർ, നോഹയും നോഹയുടെ ഭാര്യയും പിന്നെ ഷേം, ഹാം, യാഫേത്ത്, അവരുടെ തന്നെ 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, 8 പേര് മാത്രം. അപ്പോൾ നോഹ വളരെ പിന്നെ അതിന്റെ 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിച്ചു. നോക്കണം, നീതിപ്രസംഗി. അപ്പം ഇവിടെ പിന്നെ നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താനൊരു നീതിപ്രസംഗി ആയിരുന്നു. നീതിപ്രസംഗി നമ്മൾ പറയില്ല അധികപ്രസംഗി എന്ന്. അപ്പൊ ഇവിടെ നോഹ ഒരു നീതിപ്രസംഗി ആയിരുന്നു. നമ്മളറിയാം, നമ്മളായിരിക്കുന്ന കാലഘട്ടം നോഹയുടെ കാലഘട്ടത്തെയും അതിക്രമിച്ച ഒരു കാലഘട്ടമാണ്. ചിന്തിക്കണം, നമ്മൾ ലൂക്കോസ് 17-ന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ പറഞ്ഞത് നോഹയുടെ കാലം പോലെ, നമ്മള് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ രാജ്യം ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോക്കുക, പിന്നെ ലോകത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് നമ്മളത് കണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. പാപം പെരുകി. ഭക്തനായ നോഹ അനേക വർഷങ്ങൾ, ചില വേദപണ്ഡിതന്മാർക്ക് പറയുന്നത് 120 വർഷം. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. നമ്മൾ സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കുറെ നാളുകൾ മാത്രം. ഈ പെട്ടകം ഉണ്ടാക്കുന്ന ആ സമയം, അത് എത്ര വർഷമാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അതിന് തുനിയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ താന് ഈ പ്രസംഗിച്ചിട്ട് ഒരാൾ പോലും മാനസാന്തരപ്പെട്ടില്ല. എത്ര ഭയങ്കരമാണ്, നമ്മൾ ചിന്തിക്കണം. പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നത്, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ലൂക്കോസ് 19-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെ വായിക്കുമ്പോൾ യെരുശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കർത്താവ് കരഞ്ഞ കാര്യമാണ്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഈ വിഷയം നിങ്ങൾക്കറിയാം. ഞാൻ അതെല്ലാം മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങളെ ഭാവം വായിക്കുക. അപ്പൊ കർത്താവിനെ അവരിതെല്ലാം പറയുമ്പോഴും കളിയാക്കരുത്. അവർക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഈ ആലയം തകർക്കപ്പെടുമെന്നും കല്ലിന്മേൽ ശേഷിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കേരളം മരുഭൂമിയായി തീരുമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ചിന്തിക്കുക. എന്നാൽ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഇത് പറഞ്ഞ് ഏകദേശം ഒരു 40 വർഷം കഴിഞ്ഞപ്പോൾ AD 70 തീത്തോസ് കൈസർ മുഖാന്തരം ഈ ആലയം നശിപ്പിക്കപ്പെട്ടു. കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ആനയെ കൊണ്ടുവന്ന് ഉഴുതു മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് അവർ പോയി. ചിന്തിക്കണം, കർത്താവ് പറയുന്ന ഒരു വാക്ക് പോലും അത് നടക്കാതിരിക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ വചനം മറുതലിക്കുന്നവരെ നരകവിധിയല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിനെ കൂടാതെയുള്ള ജീവിതം അരുതേ. കർത്താവിനായി യഥാർത്ഥികമായി രക്ഷിക്കപ്പെട്ട് ഒരു ദൈവത്തിനായി ജീവിക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം, ഇന്ന് യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? കർത്താവിൽ വിശ്വസിച്ച് ഞാൻ പാപമോചനം പ്രാപിച്ചോ? ഇന്ന് ഞാൻ നിത്യജീവന്റെ അവകാശിയായി തീർന്നോ? റോമർ 8:1 വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള ആ ശിക്ഷ. അപ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ, നമ്മളെ കുറിച്ച് പറയുന്നത് അവർ മരണം കടന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24 നോക്കുക. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പ്രിയമുള്ളവരെ.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് പ്രാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നാൽ ഈ പ്രാപിച്ചവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അവരുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. ഈ 7 കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഉണ്ടായിരിക്കണം. അതെന്താ അറിയാമോ? അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 41, 42 ബാക്കിയാണ്. ഞാനതിനെ വിശദമായിട്ട് പറയാൻ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് പറയാം. അവിടെ വായിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ 7 കാര്യവും രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇത് വളരെ അനിവാര്യമായ കാര്യമാണ്. നിങ്ങൾക്ക് ഈ 7 കാര്യം മനസ്സിലായോ? ഒന്ന്, നമ്മൾ വചനം കൈക്കൊള്ളണം, എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടണം. 2, നമ്മൾ സ്നാനമെടുക്കണം. നമുക്ക് കർത്താവിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ സ്നാനമേൽക്കണം. ഇന്ന് പലരും ഞങ്ങൾ പണ്ടൊന്നും ചെറുപ്പത്തിൽ മുങ്ങിയതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉഴപ്പ് നടക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജലസ്നാനത്തെക്കുറിച്ച്. ആത്മസ്നാനം എന്നുള്ളത് ഇമ്പോർട്ടന്റ് വിഷയമാണ്. അങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ ശരീരത്തിൽ ചേർക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്ഥാനീയ സഭയോട് ചേരുമ്പോൾ അതിന് മുൻപ് നിങ്ങൾ സ്നാനപ്പെട്ട് അങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കേണ്ടത് ആവശ്യം. അപ്പോൾ എന്നിട്ട് നമ്മൾ സഭയോട് ചേരണം. ആ ലോക്കൽ സഭയോട്, സ്ഥാനീയ സഭയോട്. അതാണ് വേർപാട്. നമ്മൾ ചിന്തിക്കണം. ലോകത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തി. സഭ കർത്താവിന്റെ ഉദ്ദേശത്തിന് വേണ്ടി വേർപെടുത്തപ്പെട്ട കൂട്ടമാണ്. 4, ഉപദേശം പഠിക്കണം. സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തോന്നിവാസം ജീവിക്കുകയല്ല. നമ്മൾ ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കണം. പിന്നെ കൂട്ടായ്മ ആചരിക്കണം. ചിലർക്ക് കൂട്ടായ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല. അതൊന്നും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരില്ല. അവർ മുരടിച്ചു പോകും. അവർ പ്രയോജനമില്ലാത്തവരായി തീരും. എന്നിട്ട് കർത്തൃമേശ ആചരിക്കണം. നമുക്ക് ഇന്ന് പലയിടത്തും പോകുമ്പോഴൊക്കെ അവിടെ ശരിയായിട്ടുള്ള സത്യ കൂട്ടായ്മ ദൈവത്തിന്റെ സഭയാണോ, യഥാർത്ഥത്തിൽ നമുക്ക് കൂട്ടായ്മ കൂടുവാൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് ചിന്തിക്കാറില്ല. അവർ പോകും വരും. കർത്തൃമേശ ഉണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് വിഷയമല്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ കാണണം. പിന്നെ പ്രാർത്ഥനാ ജീവിതം. നമുക്കറിയാം, പ്രാർത്ഥന എന്നുള്ളത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ജീവന്റെ ശ്വാസോച്ഛ്വാസമാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ വളരണം. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി ഈ കാലം അധികം മുമ്പോട്ട് പോവുകയല്ല. നമുക്ക് ഇനി അധികം സമയമില്ല. നമ്മൾ വളരെ ശക്തമായ മുന്നറിയിപ്പ് ഈ കാര്യത്തിൽ വചനം തരുന്നുണ്ട്. ഫിലിപ്പിയർ 4:5 പറയുന്നത്, പിന്നെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെന്ന്. കർത്താവ് വളരെ വരുവാൻ അടുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ സൗമ്യന്മാരായിരിക്കണം. സെഫന്യാവ് 2:3 ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും സൗമ്യന്മാരുമായിരിക്കണം. ഇന്ന് നമുക്ക് ആ സൗമ്യത ഉണ്ടോ? കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കർത്താവിന് ഒരു അടുത്തിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സൗമ്യതയുള്ളവരായിരിക്കണം. ഈവൻ വെളിപ്പാട് പുസ്തകം 3:10 പറയുന്നത് നമ്മൾ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഇന്ന് നാം വചനത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ? യാക്കോബ് പറയുന്നത് സമയം സമീപിച്ചിരിക്കുന്നു എന്നാണ്. യാക്കോബ് 5:8 നിങ്ങളത് വായിക്കണം. സമയം സമീപിച്ചിരിക്കുന്നു. പത്രോസ് പറയുന്നത് 2 പത്രോസ് 3:9 ഇനി താമസിക്കില്ല. നിങ്ങൾ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവിന് താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതിരിക്കാനായിട്ട് കർത്താവ് ചിലർക്കൂടെ കർത്താവിലേക്ക് വരാനുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കർത്താവ് വരാൻ താമസിക്കുന്നില്ല. ഈവൻ എബ്രായലേഖനം 10-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ വരുവാനുള്ളവൻ വരും, താമസിക്കില്ലെന്ന്. ഇനി താമസിക്കില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ താമസിക്കയില്ല എന്ന് എസേക്കിയേൽ 12:28 എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കർത്താവിന്റെ വരവ് ഏത് സമയത്ത് സംഭവിക്കാം. ഇനിയും വളരെ താമസിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുതേ. ഈവൻ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം കർത്താവ് അരുളി ചെയ്തു, ഞാനിതാ വേഗം വരുന്നു,
22:7, 12, 20 ഈ 3 വാക്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ അവസാന അധ്യായത്തിൽ എഴുതി ചേർത്തിരിക്കുക. അപ്പോൾ ഇനിയും കർത്താവ് വരുവാനായിട്ട് താമസമില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? യഥാർത്ഥമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? കാരണം ദാനിയേൽ 11:27 അവസാനം വായിക്കുന്നത് നിയമിക്കപ്പെട്ട സമയത്ത് മാത്രം അവസാനം വരികയുള്ളൂ. നമ്മൾ കിടന്ന വെമ്മൽ കൊള്ളണ്ട. ദൈവം കൃത്യമായ സമയം, നമുക്കറിയാലോ, കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോഴും സമയം പൂർണ്ണമായപ്പോൾ സ്ത്രീകളുടെ സന്തതിയായി വന്നെന്ന ഗലാത്യർ 4:4 എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോഴും കർത്താവ് ഒരു കൃത്യമായ സമയം നിയമിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അവസാനം വരും. അപ്പോൾ ഹോശേയ പ്രവചനം 9-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ സന്ദർശനകാലം വന്നിരിക്കുന്നു, പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം, നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കിയേ, ആ സമയം വന്നിരിക്കുക. ഇസ്രായേലിന് ചുറ്റും ശത്രുക്കൾ വാടകോരി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. വലിയ വലിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് 1:7 ദൈവത്തിന് പകരം വായിക്കുന്നു, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. 2 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. 1:7 അതിന്റെ 14 യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മൾ ഈ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നുണ്ടോ? യഥാർത്ഥമായിട്ടും ഈ കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ? നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ അന്ത്യകാലത്തിന്റെ അന്തിമ നിമിഷങ്ങളില്ല. ഏത് സമയത്തും കർത്താവിന് വരെ സംഭവിക്കും. അത് ചിലപ്പോൾ ഇന്നായിരിക്കാം. നമുക്കതിനു വേണ്ടിയുള്ള ശരിയായ ഒരുക്കം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു സ്വയശോധന ചെയ്യാം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്കൊരു നല്ല നിർണയത്തോടെ മുമ്പോട്ട് പോകാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.